സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസും അതുപോലെ തന്നെ ഷെഫ് ഉണ്ടാക്കുന്ന ഡിഷസ് എന്താണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവത്ത് പോലുമില്ല. അങ്ങനത്തെ ഭയങ്കര വെറൈറ്റി ആൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷസ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ഇന്നാണെങ്കിലും കലവറയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് പച്ചക്കറികളും ഈ കരിവേപ്പില ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തവർ എന്താണ് വെച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ കറക്റ്റ് സമയമാണ് 12 മണി ഉച്ചയൂണിന്റെ സമയത്ത് എല്ലാവരും വിശന്നിരിക്കുമായിരിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എന്താണ് ഫുഡ് ഐറ്റം എന്നുള്ളത് റെഡിയാക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ഷെഫിനെ വിളിച്ചാലോ. So first of all, let's invite our chef Nalan. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? കോഴിക്കോട് പോയി ഞാൻ തിരിച്ചു വന്നില്ലേ? അതെ, നമ്മുടെ എപ്പിസോഡ്സ് ഒക്കെ കണ്ടിട്ട് പ്രേക്ഷകർക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ എന്താണ് ആദ്യം തന്നെ നമുക്ക് പ്രേക്ഷകരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പക്ഷെ എന്നാലും ട്രൈ ചെയ്യുന്നുള്ള രീതിയിൽ അവര് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമല്ലോ. വഴിയിൽ ഞാൻ ഒരു ദിവസം പോകാൻ നേരത്തെ ഓച്ചറയിൽ ഭയങ്കര ട്രാഫിക് ജാം. ഒരു പോലീസുകാരൻ ഞാൻ കയറുന്നതാണ് കാലത്ത് ഞാൻ ആ ഡിഷ് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. സന്തോഷം. കാര്യമായിട്ട് പോലീസുകാരൻ വഴിയിൽ ട്രാഫിക് ജാം ചെയ്യുന്നുണ്ട്, പുള്ളി ട്രൈ ചെയ്തതാണ്. നമ്മളോരോ ഡിഷൊക്കെ ട്രൈ ചെയ്ത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അതെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ഗസ്റ്റിനെ വിളിക്കണ്ടേ? ഗസ്റ്റിനെ വിളിക്കാം. ഇന്ന് ഷെഫ് വിളിക്കണോ ഞാൻ വിളിക്കണോ? ആര് വിളിക്കണം പറയൂ. ഷെഫിന്റെ ബെസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു സുഹൃത്താണ്. Yeah, the dynamic. Yeah. The sparkling star. Yes. The one and only. Yes. Kailash. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ബ്ലാക്കിൽ സുന്ദരനും സുന്ദരിയുമായിട്ടുണ്ട്. വൈറ്റിൽ സുന്ദരനായിട്ടുണ്ട്. അതെ, നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡ് പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ തോന്നിയോ അല്ലെങ്കിൽ ട്രൈ ചെയ്തോ? പല സുഹൃത്തുക്കളും എൻ്റെ അടുത്ത് കുറച്ച് നേരത്തെ വരണം. പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ വരണം, അപ്പൊ തന്നെ വാഴ വെച്ച് അത് ഉണ്ടാക്കിക്കോളൂ. ഒറ്റ മിനിറ്റ്, അതിനു മുമ്പ് ഈ ഷെഫും കൂട്ടർ തന്നെ ഇനി എന്നെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കാനായിരിക്കും കഴിഞ്ഞ എപ്പിസോഡ് പോലെ ഇവിടെ നിന്നിട്ട്. ഇനി പറഞ്ഞോളൂ. അപ്പൊ നമ്മൾ ഇന്ന് സാധാരണ നമ്മള് കുക്ക് ചെയ്യാൻ പോകുന്നത് ഈ പലതരം അവിയലുകളുണ്ട് അല്ലേ? തൃശ്ശൂർ അവിയല്, പിന്നെ കോഴിക്കോട് അവിയല്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന അവിയലിന്റെ പേരാണ് ദം അവിയൽ. ദം അവിയലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണ് അതിന്റെ ഒരു പ്രത്യേകത? ദം അവിയൽ എന്താണ് അതിന്റെ പ്രത്യേകത? അവിയൽ നമ്മുടെ തന്നെയല്ലേ അതിന്റെ പ്രത്യേകത? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? താങ്കൾ ഏതെങ്കിലും സ്കൂളിൽ പോകുന്നുണ്ടോ? ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജൊക്കെ കഴിഞ്ഞ് പഠിച്ചൊക്കെ അല്ല, ഇങ്ങനെയുള്ള ഈ ഇടത്തിൽ കണ്ടിന്യൂസ് അടിക്കുന്നോണ്ട് ചോദിച്ചതാ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് മുരിങ്ങയ്ക്കൊക്കെ കട്ട് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ലെങ്ത് വെച്ചിട്ടാണ്. പലപ്പോഴും അവിയൽ എന്ന് പറയുന്നത് ഒരു അവിയല് പരുവം എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? എന്താ അങ്ങനെ പറയുന്നത്? എല്ലാം ഇങ്ങനെ കുഴഞ്ഞ് അല്ലേ? നമ്മൾ അവിയൽ ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ വെതറി കിടക്കണം. അത് രസമല്ലേ? ഓരോ പീസ് ഞാൻ തുടങ്ങാം. ചെയ്ത് ഒന്നും പറയുന്നില്ല. ഓക്കെ, ഇത് എത്ര പീസായിട്ട് മുറിക്കണം? നമ്മളിത് മുറിക്കുകയും ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഈ തോലിങ്ങനെ കണ്ടോ? കൂട്ടം കത്തിക്കാൻ പോവാണ്. കത്തിക്കാം. തീ കൊണ്ടുള്ള കളിയാട്ടോ. കത്തിച്ചു. ഓക്കെ, രണ്ടും കത്തിച്ചു. നമ്മൾ ഓരോ വാഴയിലും എടുക്കും. ഓക്കെ, ആരെവിടെ? ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാരും കൂടെ ആണ്. ഓക്കെ. അതെ. അയ്യോ ഇല്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇത് കണ്ടില്ല. അപ്പൊ നമ്മള് അടിപൊളിയായിട്ട് ഇതിന്റെ പകുതി താങ്കൾ കയറുന്നതായിരിക്കും. തീർച്ചയായിട്ടും സിമ്പിൾ പണികളാണ്. ഓക്കെ, എപ്പിസോഡ് ഇതിന്റെ അകത്ത് നമ്മൾ ഓൾറെഡി അരിഞ്ഞു വെച്ചേക്കുന്നതെല്ലാം പകുതി ആയിട്ട് ഇവരെടുക്കണം. അതെ, ഒരു അവിയലിന് വേണ്ട സാധനങ്ങൾ. പിന്നെ കുറച്ച് കരിവേപ്പില. അത് നമ്മള് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാണ്. കരിവേപ്പില ഇടാം. ഇലയാണ്, 3 അല്ലിയാണ് ഇട്ടത്. ഞാൻ ഇടുന്ന സാധനങ്ങളൊക്കെ കൂട്ടി കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം. പിന്നെ കണ്ടില്ല കാണുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അല്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്.
ഓക്കെ. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഇനി എത്ര നേരം ഇനി നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുന്നു. ഓക്കെ. മിക്സിയുടെ ജാർ ഇവിടെ ഉണ്ട്. നമ്മൾ അവിടെ പോയിട്ട് വണ്ടി ചെയ്യേണ്ടി ചെറിയ ജാറാണ്, വലിയ ജാറല്ല, ചെറിയ ജാർ. ഓക്കെ. ഓക്കെ. ഇനി ഇതിനകത്ത് തേങ്ങ കണ്ടുപിടിക്കും. തേങ്ങ കണ്ടുപിടിച്ചു. എല്ലാവരും കൈയടി പാസ്സാക്കും. തേങ്ങ കൂട്ടി കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് തേങ്ങ ഇടുകയാണ്. ഓക്കെ. അപ്പം കലാശേട്ടനും അത് ഒരുമിച്ച് മതി. ഇനി എന്ത് തേങ്ങ ഇട്ടാലും നീ ഇത് തേങ്ങ പറഞ്ഞേ, കറിവേപ്പില എടുത്തു പറഞ്ഞില്ലേ? കണ്ടോ? ഇച്ചിരി കറിവേപ്പില അവിടെ നിന്ന് ഇതാ വേണ്ട, ഇതാ വെളുത്തുള്ളി ഇട്ടു. ശ്രദ്ധിച്ചോളാം, പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. ഒരു വെളുത്തുള്ളി എന്റെ കിട്ടും. ജീരകം എടുത്തോ, ജസ്റ്റ് ഒന്ന് പിതൃക്കളെയൊക്കെ മനസ്സിൽ വിചാരിച്ചു വെച്ചോ. ഇനിയിപ്പം കാന്താരി. അതെ, ഒരു കാന്താരി എടുക്കും. 2 കൈ വെച്ച് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. അയ്യോ ചെയ്യോ? അങ്ങനല്ല, ഇങ്ങനെ നടുക്കുന്ന ഇങ്ങനെ ഇങ്ങനെ സൗണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മള് ലേശം ഉപ്പിടുന്നു. കാണുന്നല്ലേ? ഇടുന്നോ? അതിന് മുമ്പായിട്ട് നമുക്ക് 2 ചെറിയ ഉള്ളിയും കൂടെ. കണ്ടല്ലോ? നീ ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് ആരും പറയരുത്. അപ്പൊ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നത്? അവിടെ അത് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. ആ അവിയലിന്റെ കിടപ്പ് കാണണം. അയ്യോ അല്ലേ മോനെ? അപ്പൊ ഈ സീസണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് മാങ്ങ മിറ്റന്ന് തന്നെ പറിക്കാം. അല്ലേ? ഈ മാങ്ങ ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് ഉപ്പ് ഇങ്ങനെ വെക്കണം. കണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടോ? എന്നിട്ട് ഈ ഉപ്പ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ കഴിക്കണം. വെള്ളം അടിക്കുന്നുണ്ട് ഇവിടെ. കൊച്ചുകാരെ കൊതി വെട്ടും. പ്ലീസ് പ്ലീസ് കൊതി വെട്ടും. അപ്പോൾ കൊതി വിടുമ്പോൾ നമ്മൾ എപ്പോഴും കളയണം. നമ്മൾ കളഞ്ഞു. ഓക്കെ. ഇനി നമ്മൾ തൊലിയോടുകൂടി ഈ മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്തു. കണ്ടോ? റെഡി ആയോ? ഓൾറെഡി എല്ലാം റെഡി. എടുക്കണം, മൊത്തത്തിൽ എടുക്കണോ? പിന്നെ കൈ കൊണ്ട് നീക്കിയിടണം. അതിനകത്ത് നീക്കിയിടും. പകുതി അദ്ദേഹത്തിന് കൊടുക്കും, പകുതി എനിക്ക് തരും. അവിയലിന്റെ കിടപ്പ് വെന്തു നന്നായിട്ട് ഇത്ര നേരം ആവിയിൽ കടന്നിട്ട് 2 പേരും അത് എടുത്ത് പെറുക്കാണ്. ഞാൻ ഇവിടുത്തെ ഭാഷ 2 പേരും അത് എടുത്തിടുവാണ്. എല്ലാവർക്കും മനസ്സിലാവും. പാട്ട് ഒരു പാട്ട് പാടിക്കോട്ടാ പ്ലീസ്. കൊച്ചിന് പാട്ട് പാടണം. നമുക്കിത് ഓഫാക്കാം. പഴയ പാട്ട് കുഴപ്പമില്ല, നമ്മളല്ലേ തിന്നുന്നേ, നമ്മൾ കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല. അനുപല്ലവി മുതൽ പാടും. അപ്പൊ പല്ലവി എത്തുമ്പം ഈ രണ്ടുപേരും കൂടെ വിളിക്കണം. പ്രൊഡ്യൂസറിന് ചെലവ് കൂടത്തില്ല എണ്ണ. അല്ല, ഇത് ഇവിടെ കഴിക്കേണ്ടത്. തീരങ്ങൾക്കു ദൂരെ വെൺമുകിലുകൾ കരികിലായി അണയും തോറുമാർദ്രമാകുമൊരു താരകം. തീരങ്ങൾക്കു ദൂരെ വെൺമുകിലുകൾ കരികിലായി അണയും തോറുമാർദ്രമാകുമൊരു താരകം. ഹിമജലകണം കൺകൂണിലും ശുഭസൗരഭം അകതാരിലും മെല്ലെത്തൂവിലോലഭാവമാർന്ന നേരം ആകാശഗോപുരം പൊന്മണിമേടയായി അഭിലാഷഗീതകം സാഗരമായി ഉദയരഥങ്ങൾ തേടി വീണ്ടും മരതകരാഗസീമയിൽ സ്വർണ്ണ പരവ പാറി നിറമേഘച്ചോലയിൽ വർണ്ണക്കൊടികളാടി
തളിരോല കൈകളിൽ ആകാശഗോപുരം പൊന്മണി മേടയായി അഭിലാഷഗീതകം സാഗരമായി. അടിപൊളിട്ടോ, ഈ അത് പാട്ട് അടിപൊളിയായിരുന്നു. അല്ല, ഈ റെസിപ്പിക്ക് ഈ പാട്ട് നിർബന്ധമാണ്. ഈ പാട്ട് പഠിച്ചിട്ട് ഈ ഡിഷ് ട്രൈ ചെയ്യാം. അതെ, നിങ്ങൾ ഈ ഫുഡ് ഐറ്റം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇനി അടിപൊളിയായിട്ടോ. കലശട്ടിയുടെ കയ്യിലിതായതുകൊണ്ട് ഇനി കൈകൊണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നന്നായി, നല്ലതായിരുന്നു. ഇത് അത്ര നന്നായില്ല, അപ്പൊ അത് ഞാൻ പാട്ട് കൂടെ അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് നമ്മുടെ യൂടെൻസിൽ കുക്ക് വെയർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ് ഷെഫ്? യൂട്ടൻസിലിനകത്താണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ദം അവിയൽ, നമ്മൾ ഫൈനൽ ആയിട്ടുള്ള ചേരുവകളൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒഴിച്ചില്ല. വെറുതെ ഇവിടെ അടുപ്പ് കത്തിച്ചപ്പോൾ തന്നെ അന്ന് അവിടെ എണ്ണയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് എന്റെ ഉത്തരവാദിത്വമല്ല. അണ്ണ ഇതുവരെ ഞാൻ പരിചയപ്പെട്ട എല്ലാ ഷെഫുമാരും ഇത് വെച്ച് എണ്ണ ഒഴിക്കാറുണ്ടല്ലേ. നമുക്ക് അതുകൊണ്ട് നമുക്ക് ഇന്ന് തല തിരിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എണ്ണയെല്ലാം ഒഴിക്കുന്നത് ആദ്യം നമ്മളൊരു വാഴയില ഇടാൻ പോവാം. അപ്പൊ ആ എണ്ണ ഇട്ടതിന്റെ ഉത്തരവാദിത്വം ഞാൻ എടുക്കുന്നില്ല. അതെ, അതെന്ത് വർത്താനാണ്, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? വിഷമായി പോയി അല്ലേ? അതെന്ത് ടോക്കാണ്. അപ്പൊ ഇനി അടുത്ത ഏതെങ്കിലും ഷോയ്ക്ക് പോകുമ്പോ ആ ഒരു തെറ്റ് അദ്ദേഹം ചെയ്യില്ല. പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് ഇപ്പൊ കേൾക്കാൻ പറ്റും. നമ്മളപ്പോ വാഴ ഇനി എണ്ണയൊക്കെ വാഴയല്ല എന്താ മോനെ. ഓക്കെ, റെഡി. ഇവിടെ ജീരകം എടുത്ത് കുറച്ചിട്ടിട്ടുണ്ട്. കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. എന്തോ ഇങ്ങനെ ആക്കുന്നുണ്ട്. ഞാൻ കാണിക്കുന്നതിന് മുമ്പ് കാണിക്കുന്നു. ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, കുറച്ച് തേങ്ങ. നമ്മുടെ ശ്രദ്ധ ഫുൾ അവിടെ. അതെ, ഞാൻ കൈലാഷിന്റെ ടീമാ. ഓക്കെ, നമ്മളില്ലാതെ എന്തൊക്കെ ചെയ്യുന്നു നോക്കണം. യെസ്, ഓക്കെ. തേങ്ങ റെഡി. വളരെ സ്പീഡ് ചെയ്താൽ ഒരു 4 എടുത്തെറിഞ്ഞോ? 5 എടുത്തെറിഞ്ഞു. ഓക്കെ, 1 2 3 4. ഓക്കെ, 4 മതി. ഒരെണ്ണം കുറച്ചാണ്. വേറെ എന്തെങ്കിലും ഇട്ടോ? ആരെങ്കിലും കണ്ടോ? ഓക്കെ, ദമ്മിടണേന്നോ? ഇതിട്ട് വെള്ളം ഇട്ടായിരുന്നോ? ഇല്ല. അതെടുത്ത് മാറ്റി നമ്മൾ സിമ്മിലേക്ക് ആക്കുന്നു. ഇനി എന്താണ്? ഇളക്കുന്നു. പക്ഷെ ഇളക്കാൻ ഇവിടെ വാഴയില താഴെ ഇല്ലാന്ന് തോന്നുന്നു. അത് കരിഞ്ഞു പോയെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ആക്കത്രേ ഉള്ളൂ. ഇതൊരു നുള്ളു എടുത്തിട്ട് ഏതാണ്ട് 12 ഡിഗ്രി താഴേക്ക് വന്നിട്ടല്ലേ? അടുത്ത എണ്ണ ഒഴിക്കട്ടെ? ഇനി വെന്ത വെളിച്ചെണ്ണ അദ്ദേഹം ആദ്യമേ ഒഴിച്ചു, ഞാൻ ലാസ്റ്റിൽ ഒഴിക്കുന്നു. ഓക്കെ, നമ്മൾ ദം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായി അല്പം വെളിച്ചെണ്ണ എടുക്കാം. നമ്മളിനി ഒഴിക്കണ്ടല്ലോ? വേണ്ട. ഓക്കെ, നമ്മൾ ആദ്യമേ ഓവറാക്കി. നമുക്ക് എപ്പോഴും ഒരു ഇത് കൂടുതൽ ഒരു പടി മുമ്പിലാണ്. കൈലാഷേട്ടൻ ഇന്നും പപ്പ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത് ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. അപ്പം ആദ്യമായിട്ട് അവിയൽ ഉണ്ടാക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു. ഇത് ഒരു മിനിറ്റ്, ഇത് ഞാൻ പറയട്ടെ. ഇത് നമ്മൾ സ്പെഷ്യലി അവിയലിന്റെ സ്പെഷ്യൽ എന്താണ്? നമുക്ക് ഈ അവിയലിന് മാത്രമായിട്ട് ഒരു പ്രത്യേകത ഉണ്ട്. കുറച്ചുകൂടി വാഴയുടെ ഒരു പ്രസൻസ് കുറച്ചുകൂടി. മനസ്സിലായില്ലേ? വാഴയുടെ ഒരു പ്രസൻസ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചുള്ളത്. കോഴി മുട്ട ഇടോ, കോഴി ഇടോ, ഞങ്ങൾ നാട്ടിലെ കോഴി മുട്ട. നമുക്ക് ദമ്മ അവിയൽ നമുക്ക് ഇത് നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്. മഹത്തായ നടനെ വിളിച്ചെടുത്തിട്ട് വാഴ ഉണ്ടാക്കി അവിയലല്ലേ എന്ന് പറഞ്ഞത് നിങ്ങൾ എങ്ങനെ സഹിക്കും കൈലാസ്? അപ്പൊ ദമ്മ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അവിയൽ എടുക്കാൻ പോവാണ്. അത് രണ്ടാക്കാൻ പറ്റുമോ? രണ്ടാക്കാം. 1 2 3. ഷെഫിന്റെ ഓരോരോ കുസൃതികളെ. എന്റെ മോനെ. ഓക്കെ, വന്നിട്ടുണ്ട്. രണ്ടുപേരുടെയും മോനെ
അങ്ങനെ വിളിക്കണതല്ലേ? ഇങ്ങനെ അടർന്ന് വീഴണം അപ്പൊ നമ്മുടെ അടർന്ന് വീഴണം അല്ലേ? ആ വാഴയിലയും കൂടെ അല്ലേ? ഓക്കെ. നാല് തുള്ളി വെന്ത വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ 4 തുള്ളി വെളിച്ചെണ്ണയും കൂടെ. 4 തുള്ളി. 4 തുള്ളി എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇച്ചിരി മതിയായിരിക്കും. അതൊന്നും ഇല്ലല്ലോ. അത്ര മതിയോ? ഞങ്ങളുടെ അടുത്ത് 4 തുള്ളി. ഓക്കെ. അപ്പൊ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്കൊരു ഒരു പരിവർത്തനം കൂടെ ചെയ്യാം. നമുക്ക് അതെ, നമുക്ക് ഇനി ഒന്ന് കടുക് വറുത്തിട്ട് ഇതിനെ വേണമെങ്കിൽ ഒരു ഊണിന്റെ ഒരു സാധനമാക്കി മാറ്റാം. ഊണിന്റെ അവിയൽ. അപ്പൊ നമുക്കൊന്ന് വേണമെങ്കിൽ അതിന്റെ ചെറുങ്ങനെ അല്ലേ, ചെറുങ്ങനെ കൊടുത്തോളൂ. എടുത്തോ. വെക്കടാ. അങ്ങ് നോക്കട്ടെ. യെസ്. ഒരെണ്ണം മതി. നമ്മൾ എണ്ണ എപ്പോൾ ഒഴിക്കോ അതിൻ്റെ അകത്തോട്ട് കുറച്ച്? ആ സ്പൂണിന് എടുക്കും. അടുപ്പല്ലേ വെച്ച സ്പൂൺ. ഓക്കെ. സ്പൂണിലേക്ക് നമ്മൾ ജസ്റ്റ് 1 2 3 വെളിച്ചെണ്ണ ആവശ്യം. ഓക്കെ. 3 സ്പൂൺ എണ്ണ. 3 സ്പൂൺ. അതെ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി എടുത്ത് നമ്മളിടുക. കടുക് ഇടുക. ഇട്ടേ കണ്ടേ, ഞാൻ കാണാവുന്ന ഇട്ടെന്ന് പറയല്ലേ? ഇല്ല, നോക്കുന്നുണ്ട്. അത് വേറെ പരിപാടിയാ. അത് ചെയ്യുന്നോ? ഇത് കത്തിപ്പോന്നോ? അത് ചെയ്തോ? അപ്പൊ നമ്മള് മറ്റേ മുളക് ഇടുന്നു. എന്റെ ദൈവമേ അല്ലേ? കണ്ടമ്പഴി ഇറങ്ങി ഓടിയോ? ഇതൊന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കുന്നോ? വേണ്ട, കുട്ടികൾ ട്രൈ ചെയ്യുന്നതല്ല. ഓക്കെ, ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം ആണ്. അതെ, എനിക്ക് ചുമന്നോള് തന്നില്ല. അത് ഇവിടെ എടുത്തങ്ങ് മാറ്റി വെച്ചേക്കാണ്, നമുക്ക് തരുന്നില്ല. വെളിച്ചെണ്ണ എടുത്ത് ഓടി എടുത്തോ. ഇതും വെളിച്ചെണ്ണ എടുക്കൂടെ തന്നു. എനിക്ക് 2 കയ്യിലേ ഉള്ളൂ. ബാക്കിയുള്ള 8 ഉണ്ട്. ഓക്കെ, ഇത് കരിവേപ്പില ഇട്ടു. കരിവേപ്പില ഇട്ടു. കറിവേപ്പില ഇട്ടു. ആയിക്കോട്ടെ, കത്തിക്ക് ഞാൻ. ഓക്കെ, ഇത് കുറച്ച് എണ്ണയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇച്ചിരി എണ്ണയും കൂടെ. റെഡിയല്ലേ? ഡ്രാഗൺ ഫയർ. Okay, that's all, Your Honor. നല്ല ടേസ്റ്റ് ഉണ്ടോ? പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടോ? നന്ദി, നമസ്കാരം എന്നൊക്കെ കഴിഞ്ഞില്ലേ? നമുക്ക് പറയണ്ട കുറച്ചു നേരം കൂടെ. എന്നിട്ട് പറഞ്ഞിട്ട് മതി കെട്ടിപ്പിടിച്ച് പോലൊക്കെ. അപ്പൊ നമ്മുടെ നമ്മുടെ ഷെഫിൻ്റെയാണ് നമ്മൾ ആദ്യം കഴിച്ചത്. രണ്ടാമത് ഇപ്പോൾ കഴിക്കുന്നതാണ് കൈലാഷേട്ടൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. പിന്നെ ഞാൻ കഴിച്ചു, കുറച്ചുകൂടെ കഴിക്കാം. കൈലാഷേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വന്നിട്ട് അവിയൽ ഉണ്ടാക്കിയിട്ട് അത് നല്ല അടിപൊളിയായിട്ട് വന്നല്ലോ. ഭയങ്കര സന്തോഷം. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്കൊരു അവിയൽ റൊട്ടി ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഇത്രയുള്ള അവിയലെന്ന് മനസ്സിലായില്ലേ? പക്ഷേ സിമ്പിളാണ് ആക്ച്വലി അല്ലേ? ഷെഫിനോട് ഉണ്ടാക്കും അല്ല, ഫോണിലൊന്നും അറിയും, വീഡിയോ കോൾ നമ്മൾ കളി. ദുബായി പോയി ഷോയാണ് ഇത് വെച്ച് ഷോ ഓഫ് ആണ് ഇനി. കാരണം 2 ഐറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നേരത്തെ മറ്റേ വാഴയിലെ മധുരം, ഡെസേർട്ട്, ഇത് സ്റ്റാർട്ടർ. ഇടയ്ക്കത്തത് അവരുണ്ടാക്കണം. ഒരു അവിയൽ സ്റ്റാർട്ടറായിട്ട് കാണാൻ ഭംഗിയല്ലേ? നമുക്ക് ഭയങ്കര ഹെൽത്തിയാണ്, നെഞ്ചരിച്ചിലുണ്ടാവില്ല, അസിഡിറ്റി ഇഷ്യൂ ഉണ്ടാവില്ല, ഒന്നുമില്ല. എന്തിനും നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം. ചുമ്മാ പറക്കി കഴിച്ചുകൊണ്ടിരിക്കാം. എന്തിനാ വെറുതെ സ്നാക്ക് ചെയ്യാനല്ലേ? ഫ്രഞ്ച് ഫ്രൈസും അമേരിക്കൻ ഫ്രൈസും ആക്ച്വലി ഇത് അതുപോലെ ഉണ്ട് അല്ലേ? അങ്ങനെ എടുക്കുക, ആ ഒരു ഷേപ്പും. നല്ലപോലെ ക്രിസ്പിനെസ്. അപ്പൊ നമ്മൾ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ദം അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞേക്കുവാണ്. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ
ആദ്യം നമ്മൾ പ്രോമിസ് ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ അതേപടി തന്നെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. കൈലാഷേട്ടൻ്റെ ആണിത്, ഇത് ഷെഫിൻ്റെ ആണ്. രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് രണ്ടും ആക്ച്വലി ഒരേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അത്ര വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, പക്ഷെ എന്നാലും എനിക്ക് ഒരു പോയിന്റ് കൈലാഷിന്റെ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ആ ചെറിയൊരു ബോണ്ട് ഫീലിംഗ് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. അത് കാരണം താങ്ക് യു. അറിയാതെ സംഭവിച്ചു പോയതാണെങ്കിലും അറിയാണ്ടുള്ളൊരു കഴിവിന്റെ പുറത്ത് വന്നുപോയ അതല്ല, അത് എപ്പോഴും പ്രോത്സാഹിപ്പിക്കാൻ പഠിക്കണം. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇനി പരസ്യമാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും നമ്മുടെ കൂടെ 2 എപ്പിസോഡായിട്ട് കൈലാഷേട്ടൻ ഉണ്ടായിട്ടുണ്ട്. ഷെഫിന് ഓൾറെഡി നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ആദ്യം കൈലാഷേട്ടനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കൂടെ? കൈലാഷ് എന്റെ ലൈഫിൽ ഞാൻ വെറുതെ പറയല്ല എടുത്തോ. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ നമ്മൾ ഒരുപാട് ഷോസൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാനിങ്ങനെ കുക്കറി ഷോസും ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യുക അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഞാനിങ്ങനെ ഇത്രയും ഞാനൊരു ഫുള്ളി ഇൻവോൾവ് ചെയ്ത ഒരു ഡിഷ് വരുന്നു എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ഈ എപ്പിസോഡിലാണ്. അപ്പം അതിനെനിക്ക് അത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം അതിന് സൂര്യയുടെ കോമഡി ടീമിനും ചാനൽസിനും അതുപോലെ ഷെഫിൻ്റെ അടുത്തും, ഷെഫ് ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഭക്ഷണം ഉണ്ടാക്കി അങ്ങനെ ആ ഒരു ഇതും കൂടി ഉള്ളതുകൊണ്ട് കൂടുതൽ കംഫർട്ടബിൾ. പിന്നെ നേഹ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, അവിയലിലെ ക്യാരറ്റ് പോലെ വളരെ സ്ട്രോങ് ആയി നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഇത്രയും ഉണ്ടെങ്കിൽ അതാണ്. അപ്പോൾ അത് സന്തോഷമായിരുന്നു. ഇപ്പൊ 2 എപ്പിസോഡായി. എനിക്ക് പറഞ്ഞതിന് അർത്ഥം മാത്രമേ മനസ്സിലായി. 3ാമത്തെ എപ്പിസോഡിന് എന്റെ ആവശ്യമില്ല, ഒന്ന് പൊയ്ക്കൂടെ. അങ്ങനെ പറയോ? നമ്മൾ അങ്ങനെ പറയോ? ഞാൻ അങ്ങനെ ചുമ്മാ അല്ലേ? അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പുട്ടില പണി കൊടുത്ത, ഇപ്രാവശ്യം എന്തിനാ പണി കൊടുക്കുന്നതിന് നമ്മൾ കൊടുക്കുന്നത് പൊടിയാണ് നമ്മൾ തരുന്നത്. ഇനി ഒരാഴ്ചത്തേക്ക് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. ഈ ഇടിയപ്പൊടിയുടെ പ്രത്യേകത പറഞ്ഞു കൊടുക്കൂട്ടി. വെള്ളത്തിൽ നമുക്കിത് കുഴച്ചിട്ട് പച്ച വെള്ളത്തിൽ നമുക്ക് ഇടിയപ്പൊടി, മേജറിന്റെ ഇടിയപ്പൊടിയാണ്. ഇതാണ് നമ്മൾ ഇപ്രാവശ്യം കൈലാസേട്ടന് കൊടുക്കുന്നത്. അപ്പൊ കൈലാസേട്ടൻ ഇത് വെച്ചൊരു ഗംഭീരമായിട്ടുള്ളൊരു ഇടിയപ്പം ഉണ്ടാക്കി. ഒരെണ്ണമല്ല, ഒരുപാട് ഇടിയപ്പം ഉണ്ടാക്കും നേരത്തെ പോലെ. അതുപോലെ ഒരാഴ്ചത്തേക്ക് ഉണ്ടായിക്കോട്ടെ. ഓക്കെ അല്ലേ? അടുത്ത സംഭവമാണ് ഇത്. നമ്മുടെ കേരള തനിമയോട് കൂടിയുള്ള എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത? പക്ഷെ എന്നാലും നമുക്ക് പറയാം, സോൾട്ട് കുറവാണ്, പക്ഷെ കുറവാണ്, വേണ്ട പോലെ. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് പ്രിസർവേറ്റീവ്സും ഇല്ല. കേരളീയ തനിമയുള്ള നമ്മുടെ സ്വന്തം രുചി ഭരണി അച്ചാറാണ് കൈലാസേട്ടന്റെ ഗിഫ്റ്റ്. കടുക് മുറി മാങ്ങാക്കറി. നമ്മുടെ ഫൈനലായിട്ടുള്ള നമ്മുടെ ദം അവിയലെല്ലാം റെഡിയായി കഴിച്ചു നോക്കി നമ്മൾ ഗിഫ്റ്റ്സും കൊടുത്ത് എല്ലാം കഴിഞ്ഞിരിക്കുവാണ്. അപ്പൊ 2 പേർക്കും ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഗസ്റ്റിനോട് താങ്ക് യു പറയാം. അപ്പം കൈലാസേട്ട നമ്മുടെ പ്രോഗ്രാമിന് വന്ന് നമ്മുടെ കൂടെ 2 എപ്പിസോഡ് ഉണ്ടായി. നമ്മുടെ വാചകങ്ങളൊക്കെ കേട്ട് സഹിച്ചു നിന്ന് കുക്ക് ചെയ്ത് അടിപൊളിയായിട്ടുള്ള 2 ഡിഷ് സ്വന്തമായിട്ട് കുക്ക് ചെയ്തുണ്ടാക്കി തന്നതിന് നമ്മൾ ഒത്തിരി അധികം താങ്ക് യു പറയാണ്. ഭയങ്കര ഫണ്ണായിരുന്നു. അപ്പൊ 2 പേർക്കും, ഷെഫിനും കൈലാസേട്ടനും എന്റെ ഒത്തിരി അധികം താങ്ക് യു. സൈനിങ് ഓഫ് ഫ്രം സൂര്യ TV. കുക്ക്. ബൈ ബൈ.